കണക്റ്റഡ് ആണെന്നൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെ പ്രവാസ ജീവിതത്തിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അത് മോസ്റ്റ് ഓഫ് എനിക്ക് തോന്നുന്ന എല്ലാ ആളുകളിലും ഉണ്ട്. മിക്കവാറും പ്രവാസികളായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ഞാൻ ഗൾഫിലുണ്ടായിരുന്ന ഒരാളാണ്. നമ്മുടെ ഈ പകൽ മുഴുവൻ കഷ്ടപ്പെട്ട് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് മിക്കവാറും സമയം ചിന്തിക്കുന്നത് നാടിനെ കുറിച്ചാണ്. നാട്ടിലുള്ളവർ ജീവിച്ച കാലഘട്ടം. ഇപ്പോഴും ഞാനൊരു ചെറിയ കവിതയൊക്കെ അല്ലെങ്കിൽ നല്ല മൂട് വന്നാൽ പാടുന്നവരാണ്. അപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും വരുന്നത്, അറിയാതെ പോലും വരുന്നത് എപ്പോഴും ഈ നമ്മുടെ ബാല്യകാലവും ആ കൗമാരകാലവും ആ നാടും ആ ഒരു ഓർമ്മകളുമാണ്. അപ്പോൾ നമ്മളെ വളർത്തിയ മാതാപിതാക്കളെ വിട്ടിട്ടാണ് നമ്മൾ വിദേശ ജോലിക്കായിട്ട് പലപ്പോഴും പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പിന്നെ അമേരിക്കൻ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ എപ്പോഴും ആകെ തിരക്ക് തന്നെയാണ്. കാരണം ജോലി കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ തിരക്കിരിക്കുമ്പോൾ എപ്പോഴും ചിലപ്പോഴും നമുക്ക് ചിലപ്പം ഇപ്പം നമുക്ക് ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാലത്തായതുകൊണ്ട് നമുക്കും വീഡിയോ കോളൊക്കെ ചെയ്യുന്നു, നമ്മൾ നമ്മുടെ പാരൻസിനെ കാണുന്നു ഒക്കെ ചെയ്യുന്നു. പക്ഷെ ഈ കരുതുന്ന സിനിമ, ഇതിന്റെ കഥ എന്ന് പറയുന്നത് ഇത്രയധികം ആളുകളിലേക്ക് എത്തുമെന്ന് ഞാനിത്ര ഉറപ്പിച്ച് പറയാൻ കാരണം ഓരോ മനുഷ്യന്റെ ഉള്ളിലും അവർ കാണാൻ അല്ലെങ്കിൽ അവർ ഒരുപക്ഷെ ശ്രദ്ധിക്കാതെ പോയ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടിയിരുന്ന കാര്യങ്ങളാണ് ഈ സിനിമ പറഞ്ഞു വരുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഞാൻ സൂചിപ്പിച്ച പോലെ ഈ കരുതലില്ലായ്മയാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു ശാപമായിട്ട് തന്നെ നമ്മൾ കാണുന്നു. അപ്പോൾ പ്രവാസികളായിട്ടുള്ള ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓർമ്മകൾ അയവിറക്കുന്ന അല്ലെങ്കിൽ ഓർമ്മകളിലേക്ക് സഞ്ചരിക്കുന്ന നൊസ്റ്റാൾജിക് ഫീലിങ്സ് തരുന്ന ഒരു സിനിമയാണ് കരുതൽ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വളരെയേറെ സ്വപ്നങ്ങളും അതിലേറെ പ്രതീക്ഷകളുമായി അപരപാടികളുടെ അനന്ത സാധ്യതകൾ തേടി ജോമി ജോസ് കൈപ്പറയിട്ട് നയിക്കുന്ന ഈ ടീമിന്റെ കരുതൽ വൻ വിജയത്തിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു.